എല്ലാവർക്കും നമസ്കാരം. പാഷൻ ടു ബിസിനസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പുതുവർഷം ആരംഭിക്കാറായി. നമ്മുടെ ഈ 2024 തീരാനായിട്ട് കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ. സോ നമ്മൾ ഓരോരുത്തരും ഈ വർഷം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കുക. ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. പക്ഷെ പലർക്കും ചില കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തവരുണ്ട്. സോ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്ലാനിങ്ങിലാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളൊരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് നമ്മുടെ ഒരു ലൈഫിനെ ചിട്ടപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ വളരെയധികം ഒരു അത്ര തന്നെ അടുക്കും ചിട്ടയോട് കൂടിയിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളല്ല. നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവും, അത് നേടിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ഇത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എന്ന് മുതലാണോ അങ്ങനെ ഒരു നമ്മൾ അത് നേടിയെടുക്കണം, ഒരു കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കണം എന്നുള്ളൊരു തിങ്കിങ് ഉണ്ടായത്, ആ സമയം മുതൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. 2024 എനിക്ക് വളരെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. 2023 ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു, പക്ഷേ കുറച്ച് ഫെയിലിയേഴ്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ 24 എൻ്റെ ലൈഫിൽ നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. എനിക്ക് ഇതിനൊക്കെ ചെയ്യാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ചിട്ടയായ ഒരു ശീലം കൊണ്ടുവരാനായിട്ട് സാധിച്ചപ്പോഴാണ് എനിക്ക് അതിനകത്ത് മാറ്റം കൊണ്ടുവരാൻ സാധിച്ചത്. ഒരു ഗോൾസ് എഴുതുന്ന ഒരു ശീലം എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടായിരുന്നില്ല നേരത്തെ. അപ്പോൾ അത് അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഞാനൊരു ദിവസം ഒരു 20 ഗോൾസ് എഴുതും. അതിനകത്ത് ലോങ് ടൈമിൽ അച്ചീവ് ചെയ്യേണ്ടതുണ്ടാവും, ഷോർട്ട് ടൈമിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അത് എഴുതുക എന്ന് പറയുമ്പോൾ ഒരു ബുക്കിൻ്റെ ഒരു പേജിൽ നമ്മളൊരു 10 ഗോൾ എഴുതുക, അടുത്തൊരു പേജിൽ ഒരു 10 ഗോൾസ് എഴുതുക. നമ്മൾ എന്താണോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന, പർച്ചേസ് ചെയ്യാനുള്ള ലിസ്റ്റുകൾ ഒരു 3-4 നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക. നമുക്കിപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുള്ള വ്യക്തികളാണ് ഓരോരുത്തരും. സോ അതൊക്കെ നമ്മൾ ബുക്കിലോട്ട് എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ വാങ്ങിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മുടെ ആ ലിസ്റ്റിനകത്തുള്ള കാര്യമാണോ അതൊന്ന് നമ്മളൊന്ന് ചിന്തിക്കും. നമ്മുടെ ബ്രെയിനിന് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് രാവിലെ തന്നെ മോർണിംഗ് ടൈമിൽ നമ്മുടെ ആ ഒരു റൊട്ടീനിൽ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ നമ്മുടെ ആ മെമ്മറി അത് ഭയങ്കരമായിട്ട് അത് അബ്സോർവ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും അത് നമുക്കത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കത് നല്ല ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു അത്ഭുതമാണ് തോന്നണത്. നമ്മൾ ഓരോ മനുഷ്യരും ഓരോ എനർജി ഫ്രീക്വൻസി ലെവലിലുള്ള ആളുകളാണ്. അപ്പോൾ ഇപ്പോൾ റേഡിയോയിലൊക്കെ നമുക്ക് ഒരു പ്രോഗ്രാം ട്യൂൺ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നത് പോലെ, ആ ഫ്രീക്വൻസിയിലുള്ള പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം കിട്ടുന്ന പോലെ നമ്മളും ഒരു മനുഷ്യ പ്രക്ഷേപണ ടവറുകളാണ്. സോ നമ്മളിലും ഓരോ ഫ്രീക്വൻസി ലെവൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാര്യം എഴുതി വെച്ച് കഴിയുമ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ആളുകളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ അത് അങ്ങനെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലരും പറയും ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടോ, ഇല്ലയെന്ന് ചിലർ വാദിക്കുന്നുണ്ടാവും, ഉണ്ടെന്ന് വാദിക്കുന്നുണ്ടാവും. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊരു മനസ്സിൽ ഒരു 20 ആഗ്രഹങ്ങളെ ഡെയിലി നമ്മൾ എഴുതുക. അത് റിപ്പീറ്റ് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മുടെ മെമ്മറി ചേഞ്ച് ചെയ്ത് വരും, ആ പാറ്റേൺ ചേഞ്ച് ചെയ്ത് വരും. സോ അപ്പോൾ എന്താണോ നമ്മുടെ മനസ്സിൽ രാവിലെ തോന്നുന്ന ആഗ്രഹങ്ങൾ അത് എഴുതി വെക്കുക. അപ്പോൾ കുറേ നാൾ അങ്ങനെ എഴുതി കഴിയുമ്പോഴത്തേക്കും അതിന് തന്നെ ഒരു കൺഫേം ആവും, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു കൺഫേമിറ്റി വരും. സോ അങ്ങനെ വരുമ്പോൾ നമുക്കത് ശരിക്കും അത് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ഒരു ലൈഫിൽ ഒരു ദിവസം പ്ലാൻ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ഒരു വർഷം പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ മൺഡേയിൽ ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം, ഞാൻ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ആ ഫുഡിനെ കുറിച്ച് പോലും നമുക്കൊരു നിശ്ചയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണം എന്താ വെച്ചാൽ, നമ്മുടെ ടൈം ഒരുപാട് ലാഭിക്കാനായിട്ട് സാധിക്കും. അയ്യോ നാളെ എന്താണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടത്, അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ നമ്മൾ ഒരു തിരഞ്ഞെടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഒരാഴ്ച നമുക്കത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഈ സെയിം നമുക്ക് ഒരു റൊട്ടീൻ പോലെ അത് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഒരുപാട് ഗുണങ്ങളാണുള്ളത്. സോ ഇങ്ങനെ എല്ലാവരും ഒരു ലൈഫിലൊരു അടുക്കും ചിട്ടയോട് കൂടിയിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും ലഭിക്കും എന്നുള്ളതാണ്. സാധാരണയായിട്ട് പലരും ഒരുപാട് ചിന്തകൾ, നമുക്ക് അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തകൾ, അസുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപലാദികളോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ
നല്ലതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. സോ എല്ലാവർക്കും പുതിയൊരു പുതുവർഷം വരുമ്പോഴേക്കും നല്ലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. 20 ഗോൾസ് എഴുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മോർണിംഗിൽ നമ്മൾ എഴുന്നേൽക്കുന്ന വഴി നമ്മളുടെ ഒരു മനസ്സിന് അല്ലെങ്കിൽ അഫർമേഷൻസ് കൊടുക്കുക, നല്ല അഫർമേഷൻസ് കൊടുക്കുക. ഒരുപാട് അഫർമേഷൻസ് ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. നല്ല അഫർമേഷൻസ്, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു അഫർമേഷൻ തിരഞ്ഞെടുക്കുക. അത് നമ്മളോട് തന്നെ നമ്മൾ പറയുക, ഞാൻ വളരെയധികം സമ്പന്നതയിലാണ് ജീവിക്കുന്നത്, ഞാൻ വളരെ സമൃദ്ധിയിൽ ജീവിക്കുന്നു. അങ്ങനെ ആ സമൃദ്ധിയിലൊക്കെ ജീവിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ അഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്കും സംഭവിക്കാൻ പോകുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി. ബൈ ബൈ, ടേക്ക് കെയർ.